ആരെങ്കിലും അള്ളാഹുവിനെ യഥാവിധി പേടിച്ചിട്ടില്ല എങ്കിൽ അവന് ദുനിയാവിലെ എല്ലാ വസ്തുവിനോടും പേടിയായിരിക്കും. മുശ്രിക്കിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ല നിങ്ങൾ? ഒരു വണ്ടി എടുക്കുമ്പോൾ അല്ലേ, ഒരു നാരങ്ങ അവിടെ വെച്ചിട്ടുണ്ടാവും, അവന് വിശ്വാസമൊന്നുമില്ല, എന്നാൽ അതിൻ്റെ എടുത്തു കളയാനൊരു പേടി. നീ എടുത്തു കളഞ്ഞുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവണ്ട, പേടിയാണ്. നമുക്കൊരു നാരങ്ങ നശിപ്പിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാണ് അല്ലേ? വണ്ടിൻ്റെ ടയറിൻ്റെ അടിയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു, അതിൻ്റെ മേലൊരു കെട്ട് കെട്ടിയിരിക്കുന്നു, പച്ചക്കെട്ട്. അത് ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോൾ ഇമ്മള്ള ഞാനതുകൊണ്ട് ഊരാൻ പോയില്ല. എന്താ മൂപ്പര മനസ്സിലുള്ളത്? ഇതിനി ഊരിയത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഒരു പച്ചക്കെട്ട്, അതും വണ്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അവൻ അതിനെ പേടിക്കുകയാണ്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഏതോ ഒരു തുണിയിൽ നിന്ന് മുറിച്ചുണ്ടാക്കിയതാണ്, അതിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ ഒരു പൂച്ച അങ്ങ് ചാടിപ്പോയി, അതോടുകൂടി പേടിയായി. ഇനിയിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവോ കാര്യങ്ങൾ? നോക്കൂ നിങ്ങൾ, ആ പൂച്ച അവനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല അതിൻ്റെ കാര്യത്തിന് പോയതാണ്, പക്ഷേ അവൻ്റെ മനസ്സിൽ അതിനോട് പേടിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം ഹൃദയത്തിൽ നിന്നില്ലാതെയായാൽ ദുനിയാവിലെ എല്ലാത്തിനോടും പേടിയായിരിക്കും, എവിടെ കയറിയാലും പേടിയായിരിക്കും. എന്നാൽ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയന്നാൽ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു നിർഭയത്വം ഉണ്ടാക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഖാഫല്ലാഹ് ഹാബഹു കുല്ലു ഷൈ. ആരെങ്കിലും അല്ലാഹുവിനെ യഥാരൂപത്തിൽ ഭയന്നാൽ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹൃദയത്തിൽ ബഹുമാനമുണ്ടാക്കുന്നതാണ്, ആദരവുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിനെ ഒരാൾ പേടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ അവൻ സ്വന്തം വീട്ടിൽ വരെ കാണുമെന്നാണ്. അവൻ്റെ മക്കൾ ചിലപ്പോൾ അവനെ വിലൽപ്പിക്കൂല, അള്ളാഹുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കുന്നില്ല എങ്കിൽ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞതായി കാണാം, തിന്മകൾ ചെയ്താൽ ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളിലും അതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അയാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ അടയാളം. തെറ്റുകൾ, തിന്മകൾ, അള്ളാഹുവിനെ പേടിക്കുന്നത് ഹൃദയത്തിൽ നിന്നില്ലാതെയാകുമ്പോൾ അതിന് ചില ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഭയമുണ്ടാകുക, അവനെ മാത്രം പേടിക്കുക എന്നതൊരു മുഅ്മിനിൻ്റെ ഒന്നാമത്തെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അല്ലാഹു അല്ലാത്തവരെ പേടിക്കുക എന്നതാകട്ടെ, അവരെ ഈ രൂപത്തിൽ ഭയക്കുക എന്നതാകട്ടെ ഒരു മുശ്രിക്കിൻ്റെ ഹൃദയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിനോടൊന്നും ഭയമുണ്ടാകരുത്. ജാറങ്ങളോടോ മഖ്ബറകളോടോ മരിച്ചുപോയ ഔലിയാക്കന്മാരോടോ നബിമാരോടോ സാലിഹീങ്ങളോടോ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നീ റബ്ബിനെ ഭയന്നാൽ മതി, അള്ളാഹുവിനെ പേടിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായ രൂപത്തിൽ ക്രമപ്പെടുത്തി നൽകുന്നതാണ്.